ഹായ് മക്കളെ, പ്രിയ രക്ഷിതാക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുകയാണ്. ഒരുപക്ഷെ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കും അതിൻ്റെ കുറ്റബോധം ഉണ്ടാവും. ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ കുറ്റബോധം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രസക്തി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഞാനൊരു മെസ്സേജ് വായിച്ചിട്ട് കരഞ്ഞു പോവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അത്രയും വലിയൊരു പാരഗ്രാഫ് ഒരു മോള് ഒരിക്കലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അത് പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കേണ്ടത് പാരൻസ് ആണ്, അതിൻ്റെ കൂടെ തന്നെ കുട്ടികളുമാണ്. രണ്ടു പേർക്കുമുള്ള ഒരു വലിയൊരു സന്ദേശമാണ് ആ കുട്ടി അയച്ചത്. ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, ശാരീരിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ പല ആളുകൾക്കും അതിനെപ്പറ്റി അറിയില്ല. പല കുട്ടികൾക്കും സ്കൂളുകളിൽ പോവാതെ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു ഗതികേട് അവർക്കുണ്ട്. പക്ഷെ അത് ആരും അറിയുന്നില്ല. എന്നാൽ നിങ്ങൾ അറിയണം, ഈ ഒരു മോളുടെ മെസ്സേജ് വീഡിയോ മുഴുവനും കാണുക. എന്നിട്ട് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പാരൻസിനും അതോടൊപ്പം തന്നെ കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അത് അവർക്കൊരു പ്രചോദനമായിരിക്കും. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഒരു കാര്യം. ഞാൻ മെസ്സേജ് വായിച്ചു തരാം. ഇത് വലിയൊരു പാരഗ്രാഫാണ്. അത് മുഴുവൻ ഞാൻ വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, എനിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വായിച്ചു തരാണ്. ഞാൻ സാറിൻ്റെ ക്ലാസ്സുകൾ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് മാർക്ക് പോകുന്ന 2 സബ്ജക്റ്റാണ് സാർ, മാത്സും ഇംഗ്ലീഷും. 2 സബ്ജക്റ്റാണ് കുട്ടിക്ക് A+ പോകാറുള്ളത്. ബാക്കി 8 സബ്ജക്റ്റിലും A+ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ എത്ര പഠിച്ചാലും മാത്സ് ഞാൻ എടുത്തില്ല സാർ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ശ്വാസം മുട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. ശ്വാസം മുട്ട്, ബ്രീത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണ്. പഠിക്കാനൊന്നും തീരെ വയ്യ. എപ്പോഴും ഹോസ്പിറ്റലാണ്. കുറേ ക്ലാസ്സൊക്കെ പോയിക്കുന്നത്. കുറേ അഡ്മിറ്റ് ആവും, ICU കിടക്കും. എനിക്ക് ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ്. എപ്പോഴും മരുന്ന് കുടിക്കും. ഇങ്ങനത്തെ ഭയങ്കരമായിട്ട് ഫിസിക്കൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിന് മുമ്പേയും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഞാനിവിടെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ എപ്പോഴും എന്നെക്കൊണ്ട് നടക്കല്ല ഓർക്ക് പണി പാരൻസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ മോളുടെ വയ്യേക്കാണ് അവരുടെ പാരൻസ് എപ്പോഴും നടക്കാറുള്ളത് എന്നാണ് പറയുന്നത്. കുറേ പൈസ വെറുതെ പോയിക്കൊണ്ട് പൈസ പോകുക എന്നല്ലാതെ എനിക്കൊരു മാറ്റമില്ല. അങ്ങനെ ഒരു വലിയൊരു സെൻറ്റൻസാണ്. അതായത് സ്ക്രോൾ ചെയ്താൽ തീരാത്ത അത്രയും വലിയ ടെക്സ്റ്റാണ്. ഞാനതിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. ഡോക്ടർ എപ്പോഴും ചോദിക്കും എന്തിനാ കരയുന്നതെന്ന്. ഡോക്ടറെ അടുത്ത് പോയാൽ മോള് ചിലപ്പോൾ കരയായിരിക്കും. എനിക്ക് വീട്ടിലൊരു സമാധാനമില്ല സാർ. എല്ലാ കുട്ടികൾക്കും റിസൾട്ട് വരുമ്പോൾ കുടുംബക്കാരെ നോക്കിയാൽ മതി. ബട്ട് എനിക്ക് എൻ്റെ വീട്ടുകാരെ പേടിയാണ് സാർ. എല്ലാവരും എന്നെ ഇടങ്ങേറാക്കുക. എൻ്റെ ഉമ്മയും താത്തയും അല്ലാതെ വേറെ ഒരാൾക്കും എനിക്ക് വയ്യാത്തതൊന്നും പറയൂല സാർ. അതായത് ഉമ്മയും ഇത്തയും മാത്രമാണ് സപ്പോർട്ടായിട്ടുള്ളത്. ബാക്കിയുള്ള ചിലപ്പോൾ പാരൻസ് മറ്റുള്ള ആളുകളൊക്കെ ഇവരെന്താക്കാം പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ മെൻ്റലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടാവും. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ അടുത്തൊരു കാര്യമാണ് ഇതിൽ വരുന്നത്. എനിക്ക് വേണ്ടിയിട്ടല്ല സാർ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റിലാക്സ് ആയി പഠിക്കാമായിരുന്നു. ആ മോള് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ റിലാക്സ് ആയിട്ട് തന്നെ പഠിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. വളരെയധികം സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവനവന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ആ കുട്ടി എന്താക്കും, മാക്സിമം ആ കുട്ടിയുടെ ഇഷ്ടത്തോടു കൂടി പഠിക്കും. ഞാൻ എപ്പോഴും കുട്ടിയോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടത്തോടു കൂടി പഠിക്കാനുള്ളതാണ്. മറ്റൊരാൾക്ക് വേണ്ടി പഠിക്കുന്ന ഒരു കാര്യം ഒരിക്കലും നമ്മൾ ഇഷ്ടത്തോടു കൂടി ആയിരിക്കില്ല പഠിക്കുന്നത്. ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പം മാക്സിമം പ്രഷർ ഒഴിവാക്കുക. വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. കുട്ടിയുടെ ഇഷ്ടത്തിന് വിടുക. നിനക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നീ ശ്രമിക്കുക. അത് മതി. അതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പാരൻസ് വേണം, കൂട്ടുകാർ വേണം, കുടുംബക്കാർ വേണം, നാട്ടുകാർ വേണം. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ടോ അവർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഇതൊരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഒരു പക്ഷേ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്തൊരു മോള് വന്നിട്ട് അല്ലെങ്കിൽ ഒരു മൗന് വന്നിട്ട് പറയുകയാണ് അവരുടെ ഉള്ളിലുള്ള വിഷമം. അവർക്ക് വേറെ ആരോട് പറയാനില്ല. ഇതിന് മുമ്പേ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഈ സാറെ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയത് തന്നെ ഈ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫിസിക്കൽ ഇഷ്യൂസ് ഉള്ള കുറേ കുട്ടികൾ അവർ പഠിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പല പ്രഷറുകൾ കൊണ്ടും ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരുപാട് മെസ്സേജുകളുണ്ട്. അപ്പോൾ ഈ ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇത്രയും സുഖം അനുഭവിക്കുന്ന നമുക്ക് പോലും എന്താക്കാൻ പറ്റില്ല. നമ്മൾ അറിയുന്നില്ല ഈ കാര്യങ്ങളൊക്കെ. ബാക്കി കുറച്ച് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ അത് മതി എന്ന് കരുതിയായിരുന്നു. അതായത് എനിക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മതി എന്നുള്ളൊരു കണ്ടീഷനാണ് മോളുടെ ഒരു മെൻറ്റാലിറ്റി. അതാണ് നല്ലത്, ഏറ്റവും നല്ലൊരു കാര്യം. നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് അതിലെന്താണോ നമുക്ക് കിട്ടുന്നത് അതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കാം. ബട്ട് ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. പേടിച്ച് പഠിക്കുകയാണ്. മോഡൽ എക്സാമിൻ്റെ കുറച്ച് മുമ്പ് എന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എത്രയൊക്കെ വയ്യാത്തായാലും തല കറങ്ങി വീണാലും കരഞ്ഞാലും ഇമ്മയും ഇത്തയും അല്ലാതെ ആർക്കും ഒരു വിലയുമില്ല. സത്യം പറഞ്ഞാൽ ഞാനിത് മുഴുവൻ വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ കരഞ്ഞു പോകുന്ന രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അത് വായിക്കുന്ന സമയത്ത്. ആ മോളുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്.
എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് സാർ നല്ലൊരു ജോബ് ഉമ്മക്കും ഉപ്പക്കും തോനെ പൈസ കൊടുക്കണം. നിങ്ങൾ മനസ്സിലാക്കണ ഒരു കാര്യം, എന്നെക്കൊണ്ട് ഒരു ഇടങ്ങേറായതിനൊക്കെ എന്തെങ്കിലും ഒന്ന് എനിക്ക് തിരിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ ആ ഒരു സെൻറ്റൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിടറും. ജോബ് കിട്ടാനൊക്കെ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇപ്പം ഈ പ്രായത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയത് എൻ്റെ മാർക്കാണ്, ഫുൾ A+. ഇതുവരെ എന്നെ പഠിപ്പിച്ചതിന് ബട്ട് എന്നെക്കൊണ്ട് പറ്റണ്ടേ സാർ. സങ്കടം നിങ്ങൾ ആലോചിക്കണം. തടി കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നും തീരെ വയ്യ. ഞാൻ എല്ലാവരോടും ദുആ എടുക്കാൻ പറഞ്ഞിരിക്കണ്. എനിക്കൊന്നും പറ്റാതിരിക്കാൻ പറ്റ ഡൗൺ ആണ് സാർ. ടെൻഷൻ കയറി ഫുൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിൽക്കണ്ടേ സാർ. പേടിയാവാ സാർ. ഇനിയുണ്ട്, കുറേ വായിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വായിച്ച് നമുക്ക് ഇങ്ങോട്ട് ഫുള്ളാക്കാൻ കഴിയില്ല. സാർ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ സാർ, ഈ ക്ലാസ് എടുക്കുമ്പോൾ എന്നെപ്പറ്റി ഒന്ന് പറയുമോ എന്നാണ് മോള് ചോദിക്കുന്നത്. എന്തിനാണ് അതിൽ നിങ്ങൾ വലിയൊരു കാര്യം മനസ്സിലാക്കണം. വീട്ടിലും മനസ്സിലും തടിക്കും ഒന്നും ഒരു പ്രശ്നമില്ലാതിരുന്നിട്ടും പഠിക്കാതെ നടക്കുന്ന കുട്ടികളുണ്ടല്ലോ സാർ. ഓർക്കൊക്കെ അറിയാതെ ഇന്നെപ്പോലെ ഓരൊക്കെ അറിയട്ടെ, ഇന്നെപ്പോലെ പഠിക്കാൻ പൂതി ഉണ്ടായിട്ടും കഴിയാത്തവർ ഉണ്ടെന്ന്, സ്വന്തം വീട്ടിൽ പോലും പേടിച്ച് കഴിയുന്നവരുണ്ട് എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമം തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് മെസ്സേജുകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് 1-2 മെസ്സേജുകൾ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് എന്താണ് റീപ്ലൈ കൊടുക്കേണ്ടതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. മക്കളെ, എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുക്കുക. നിങ്ങൾ പാരൻസിനെ നോക്കേണ്ട. പാരൻസൊക്കെ പറയുന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കുക. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഓക്കെ പറയുക. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുക്കുക. എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ എൻജോയ് ദ ജേണി നോട്ട് ദ ഡെസ്റ്റിനേഷൻ. അതായത് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ പോകുന്ന വഴികളെ നിങ്ങൾ എന്താക്കുക, എൻജോയ് ചെയ്യുക. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിൽ ആസ്വാദനം കാണുക. റിസൾട്ട് എന്തോ ആവട്ടെ, A+ കിട്ടിയവന് മാത്രമൊന്നുമല്ല ലൈഫിൽ ജീവിച്ചത്, അല്ലെങ്കിൽ ലൈഫിൽ രക്ഷപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 10ാം ക്ലാസ്സിൽ 4 A+ ഉള്ള ഒരാളാണ് മാത്രം. 10ാം ക്ലാസ്സിൽ 10 A+ വാങ്ങിയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. 10ാം ക്ലാസ്സിൽ ഇന്നെപ്പോലെ 3-4 A+, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പക്ഷെ എന്ന് കരുതി നിങ്ങളുടെ ലൈഫിലൊന്നും എവിടെയും തോറ്റു പോകില്ല. നമ്മുടെ സ്കില്ല് മാക്സിമം ഡെവലപ്പ് ചെയ്യുക. നമ്മളെ കൊണ്ടാകുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതിലെന്താണോ കിട്ടുന്നത് അതിൽ സന്തോഷവാനാവുക എന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ലാഞ്ഞത്, മോള് പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാഞ്ഞിട്ടും പഠിക്കാതെ ഒരുപാട് ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ എഫേർട്ടാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.